ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കപ്പ കൊണ്ട് എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല രുചിയുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇതിനായിട്ട് 400 ഗ്രാം കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ കപ്പയുടെ തൊലിയും അതുപോലെ അകത്തുള്ള കട്ടിയുള്ള നാരൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെടുക്കാം. ഇതുപോലെ. ഇനി ഈ കപ്പ ഓരോന്നായിട്ട് എടുത്തിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൂടെ എടുക്കാം. ഇത് മൊത്തം 1.5 കപ്പ് അളവാണുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമ്മളിതാ ഇതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ കപ്പയിലെ വെള്ളമൊക്കെ മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞ് കളയാനായിട്ട് പറ്റും കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി ഈ കപ്പയിലെ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് കളയാം. നന്നായിട്ട് തന്നെ പിഴിഞ്ഞിട്ടെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. മുഴുവനും ഇതുപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് അരിപ്പൊടിയാണ്. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ആദ്യമേ കപ്പയിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സമയം ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി കപ്പ മിക്സ് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി പൾസ് ബട്ടണിൽ 2-3 വട്ടം ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതിയേ. അപ്പോഴേക്കും നമുക്കിത് ചെറിയ ചെറിയ തരിയായിട്ട് കിട്ടും. നിങ്ങളിത് കറക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കട്ട പിടിച്ച പോലെയൊക്കെ തോന്നുവാണെങ്കിൽ 1-2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്താൽ മതി. ഇതുപോലെ ചെറിയ ചെറിയ തരിയായിട്ടാണ് കേട്ടോ ഇത് പൊടിച്ചിട്ടെടുക്കേണ്ടത്. ഇനി ഈ ഒരു പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് കപ്പപ്പുട്ടാണ്. നമ്മൾ സാധാരണ പുട്ടൊക്കെ തയ്യാറാക്കുക പുട്ടുകുറ്റിയിൽ വെച്ചല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ചിരട്ടയിലാണിത് തയ്യാറാക്കണതെന്ന് മാത്രം. ഈ ചിരട്ടയിൽ ധാരാളം വൈറ്റമിൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചിരട്ടയിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടും സഹായിക്കും കേട്ടോ. ഭക്ഷണമൊക്കെ നമ്മൾ ചിരട്ടയിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതായിരിക്കും. എന്ന് വെച്ച് ഈ ഒരു പുട്ട് ചിരട്ടയിൽ തന്നെ തയ്യാറാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമുക്ക് വേണമെങ്കിൽ പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ വെച്ചോ ഒക്കെ ഇത് തയ്യാറാക്കാനായിട്ട് പറ്റുമേ. നമുക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാം. ഇനി നമ്മുടെ സാധാ പുട്ട് തയ്യാറാക്കണ പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പൊടിയും പിന്നെ കുറച്ച് തേങ്ങയും അങ്ങനെ ലെയറായിട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ഇട്ട് കൊടുക്കണ തേങ്ങയ്ക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർക്കാം. ഞാനിനി ഇത് വേവിച്ചിട്ടെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ്. അതിനായിട്ട് വേകാനായിട്ട് പാകത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുത്ത ശേഷം ഈ ചിരട്ട ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്. അപ്പോഴേക്കും നമുക്ക് ഈ പുട്ടൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നല്ലപോലെ ഇത് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോവട്ടെ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ കപ്പപ്പുട്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ. കപ്പപ്പുട്ട് മിക്കവരും തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. ഇതുവരെ വീട്ടിൽ കപ്പപ്പുട്ടൊക്കെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു തവണ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്